രാത്രി 10:30 കഴിഞ്ഞിട്ടുള്ള ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇത് പുതിയൊരു യാത്രയാണ്. പുതിയ യാത്രയുടെ സമയം എത്ര മോനെ? 11 മണിക്കാണ് ട്രെയിന്. അർദ്ധരാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് നോക്കുന്നുണ്ട് ഇവരെന്താ പ്രാന്തായൊന്ന്. പക്ഷേ ഇതാ സ്റ്റൈല്. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ കിടന്ന് ഉറക്കമായിരിക്കും മെയിൻ പരിപാടി. കാഴ്ചകളൊന്നും കാണാനില്ല. രാത്രി 11:09 ട്രെയിൻ ഇവിടെ വരും എന്നാണ് പറയുന്നത്. രാവിലെ 6 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തും അല്ലേ? അപ്പം ഈ ട്രിപ്പ് കോഴിക്കോടിലേക്കാണ്. കോഴിക്കോടൻ ഹലുവയും മറ്റേ ബിരിയാണിയൊക്കെ കഴിക്കാം. ഹായ്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സ്. ഈ ഒരു കോഴിക്കോട് ട്രിപ്പ് അടിപൊളിയാക്കാനുള്ള ഫുൾ തയ്യാറെടുപ്പിലാണ് അല്ലേ? ആദ്യം തന്നെ ഒരു തയ്യാറെടുപ്പ് കിട്ടിക്കഴിഞ്ഞ ഒരു കണ്ണിന്. രാത്രി ഇനി മരുന്നൊക്കെ പറ്റിയിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. അതെ, ഈ യാത്രയിൽ നമ്മളോടുള്ള ലഗേജസ് ആണ്. ഇതിൽ 2 എണ്ണം എൻ്റെയാണ്. ഈ എൻ്റെ വിഷ്ണു, ഇവൻ്റെ ഈ ലഗേജാണ് കേട്ടോ. ഈ ലഗേജ് എനിക്ക് 2 എണ്ണം ഉണ്ട്, പക്ഷേ ഒന്ന് ഇതിനകത്താണേ ഉള്ളൂ. ഇനിയുള്ള യാത്ര മൊത്തം രാത്രിയിലായതുകൊണ്ട് ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതെ, എന്തെങ്കിലും കാഴ്ച കണ്ടാൽ കാണിച്ചു തരാം. അല്ല, നമ്മൾ കയറുമ്പോൾ തന്നെ ട്രെയിനിനകത്ത് ഇരുട്ടായിരിക്കും. എല്ലാവരും 11:09 ആയില്ലേ? അതെ അതെ. അപ്പോൾ ഇനി എല്ലാവരും ഉറക്കമായിരിക്കും. അപ്പോൾ നമുക്ക് കയറി കിടന്ന് ഉറങ്ങുക, അത്രേ ഉള്ളൂ പണി. രാവിലെ ആകുമ്പോൾ ഇറങ്ങുക. അതെ, നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ 16347 ആണ്. എല്ലാം നല്ല ഓർമ്മ കേട്ടോ. അല്ല, നമ്പർ എനിക്ക് ഓർമ്മയില്ല. S7 ആണെന്ന്. പണ്ട് മുതലേ ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വിഷ്ണു മിടുക്കനാണ്. പക്ഷേ എൻ്റെ ഫോൺ നമ്പർ ഇവനറിയാം കേട്ടോ. കോട്ടയം വഴി മംഗലാപുരം വരെ പോകുന്ന തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് മാവേലിക്കര സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ട്രെയിൻ വരാറായിരിക്കുകയാണ്. ബസ്സിൻ്റെ സമയം എത്രയാടാ? 11:48 മാവേലിക്കരയിൽ ഈ ഒരു ട്രെയിൻ എത്തുന്നത്. 11:09 വരുമെന്നാണ് ശരിക്കുള്ള കണക്ക് നമ്മുടെ ടിക്കറ്റിനകത്ത്. പക്ഷേ ഇപ്പോൾ 11:45 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ലതാണ് കേട്ടോ. അതെ അതെ, രാത്രിയായിട്ട് ചൂടൊന്നുമില്ലല്ലോ. അതെ, ആനയൊക്കെ സംഭാവന അതല്ലേ? ഓ, അതേ ഉള്ളല്ലയോ, ആനയൊക്കെ സംഭാവനയേ ഉള്ളൂ. ഇപ്പോൾ വരും അങ്ങനെ നമ്മൾ പേടിക്കണ്ട. കോഴിക്കോട് ട്രിപ്പ് നമുക്ക് പൊളിക്കണം. ട്രെയിൻ നമ്പർ 16347 തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം വഴി മംഗലാപുരം വരെ പോകുന്ന തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് മാവേലിക്കര സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ആദ്യത്തെ കോഴിക്കോടൻ യാത്രയാണിത്. 11:09 എത്തേണ്ട ട്രെയിൻ അങ്ങനെ ഏകദേശം 12 മണി ആയപ്പോഴേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കയറണം, കിടക്ക കണ്ടുപിടിക്കണം, കയറിക്കിടന്ന് ഉറങ്ങണം, രാവിലെ കോഴിക്കോട് ഇറങ്ങണം. അത്രയേ ഉള്ളൂ ഇനി പ്ലാന്. എല്ലാവരും ഉറക്കം പിടിച്ചു കാണും. അപ്പോൾ സുഹൃത്തുക്കളെ, മാവേലിക്കരയിൽ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പം തീയതി ഏപ്രിൽ 23. ഇനി നമുക്ക് മാവേലിക്കര 27-ാം തീയതി കാണാൻ പറ്റുന്നത് കേട്ടോ. എന്തിനാ ഈ രാത്രി യാത്ര തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, രാത്രിയിൽ കയറി രാവിലെ തന്നെ അങ്ങ് എത്തുന്ന കാരണം ഒരു ദിവസം മുഴുവനായി ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്യും. സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഗുണം അനുഭവിക്കുകയും ചെയ്യാം. മാത്രവുമല്ല, കാഴ്ചകൾക്ക് നല്ലത് പകലാണെങ്കിലും ട്രെയിനിനകത്തുള്ള പകൽ, പ്രത്യേകിച്ച് ചൂടുള്ള സമയമാണെങ്കിൽ അസഹനീയമായിരിക്കും. ആരോഗ്യകരവും രുചിയേറിയതുമായ ട്രെയിനിലെ ആഹാരം കഴിക്കാതിരിക്കാനും രാത്രി യാത്ര ഉപകരിക്കും. അപ്പോൾ ഇത്രയും പോരെ കാരണങ്ങൾ. സുഹൃത്തുക്കളെ, ട്രെയിനെ കയറിയിട്ട് ഇത്ര നേരമായതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ചാച്ചിക്കഴിഞ്ഞു. കിടന്ന് ഉറങ്ങരുതൊക്കെ വന്ന് രാവിലെ നേരത്തെ എന്നെ തുടങ്ങുക. നമ്മളീ പോകുന്ന ട്രെയിൻ ഗാഡി നമ്പർ 16347 ആണ്. ട്രിവാൻഡ്രം ടു മാംഗ്ലൂർ. ഈ വണ്ടിയുടെ ടൈം അനുസരിച്ച് 6:15 ആകുമ്പോഴത്തേക്ക് കോഴിക്കോട് എത്തുമെന്നാണ്. ആ സമയം എത്തുന്നത് നല്ലതാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് നാളെ കാണാം. അഞ്ചേ മുക്കാലാകുന്നതിന് മുമ്പേ ഉറക്കമുണർന്ന് പല്ലുതേപ്പാണ്. ഒരു ഫ്രഷ്നെസ് അപ്പോൾ തന്നെ കിട്ടും. ശേഷം വിഷ്ണു നേരെ ക്യാമറയുമായി ടോയ്ലറ്റിലേക്ക്. മംഗലാപുരം എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടോയ്ലറ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഹലോ ഗൈസ്, ക്യാമറ എവിടെ കിട്ടിയാലും അതിപ്പോൾ കക്കൂസായാലും ശരി, അതുമായി സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ വിഷ്ണു ഒരു പുലിയാണ്.
വെറും പുലിയല്ല, ഒരു സിംഹം. ഇതിനകത്ത് യൂറോപ്യൻ ക്ലോസ്റ്റ് ആണ് സുഹൃത്തുക്കളെ. അത്യാവശ്യം വൃത്തിയുണ്ട്. റെയിൽവേക്ക് നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അഭിപ്രായമുള്ളവർ താഴെ കമന്റ് ചെയ്യണേ. ട്രെയിൻ നേരത്തെ ലേറ്റ് ആയതുകൊണ്ടാവണം. സമയം 6 മണിയാകാൻ 13 മിനിറ്റ് കൂടി ഉണ്ട്. വണ്ടി പായുകയാണ്. സൂര്യോദയത്തെ വരവേറ്റ് നിൽക്കുന്ന ആകാശവിധാനത്തിന്റെ വർണ്ണം അവർണ്ണനീയം. കാഴ്ചകൾക്ക് പ്രകാശം വരുന്ന സമയം മുതൽ കേരളത്തിന്റെ നാച്ചുറൽ ബ്യൂട്ടി കണ്ടു തുടങ്ങാം. അങ്ങനെ എത്തിപ്പോയി ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ അവിടെ നിന്നും പുറപ്പെടുകയാണ്. നീ അടുത്തത് നമ്മുടെ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഈ കാണുന്നത് ഫറൂഖ് പഴയ പാലമായിരിക്കണം. 150 വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും പച്ചിരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ പാലം നമുക്ക് പിന്നീട് ശരിക്കും ഒന്ന് കാണണം. ഇപ്പോഴല്ല, പിന്നെ. ഇപ്പോൾ നിറയെ പക്ഷികളെ കാണാം. ആ പാലത്തിന്റെ മുകളിലും ആകാശവിധാനത്തിലായിട്ട് ഇങ്ങനെ പാറി പറക്കുകയാണ് പക്ഷികൾ. ചാലിയാർ പുഴ കാണാം, ശക്തമായി ഒഴുകുന്നു. പുഴയിൽ കൂടി ഒരു വള്ളം വരുന്നത് കാണാം. എന്തോ സാധനം കൊണ്ട് പോവാണ്. ഇടയ്ക്ക് നമ്മൾ മറ്റൊരു ലോക്കൽ സ്റ്റേഷൻ നിർത്താതെ പോവുകയാണ്. കല്ലായി റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് പിന്നീട് ഇവിടെ വരേണ്ടി വരുമായിരിക്കാം. നോക്കാം. പഴയ ടൈപ്പ് ലോറികൾ നിരന്നു കിടക്കുന്നു. ഞാനാണെങ്കിൽ ഇറങ്ങാൻ റെഡിയായി വാതിൽക്ക് പോയി നിൽപ്പാണ്. അപ്പോൾ തന്നെ ഏതെങ്കിലും കാഴ്ച കണ്ടാൽ ഉടനെ വീഡിയോ എടുക്കുന്നുമുണ്ട്. ഈ പാലത്തിന്റെ അടിയിൽ കൂടി കല്ലായിപ്പുഴയാണോ അതോ മാമ്പുഴയാണോ? മാമ്പുഴ കല്ലായിപ്പുഴയുടെ കൈവഴിയാകണം. അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യണേ. അങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുവഴി പലയിടത്തേക്കും പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇറങ്ങാൻ പോകുന്നത് ഇത് ആദ്യം. അങ്ങനെ ട്രെയിൻ കയറാൻ നിൽക്കുന്ന ആ ചെറിയ കൂട്ടത്തിനിടയിൽ കൂടി ഇടിച്ചു കുത്തി ഇറങ്ങുവാണ്. റെയിൽവേ സ്റ്റേഷൻ നിറയുന്ന അനൗൺസ്മെന്റ് ശബ്ദങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഇടിയുടെ ശബ്ദം കേൾക്കാം. അതെ, ഇവന്റെ ശബ്ദമാണത് കേട്ടോ. മറ്റേ ഇടി എന്ന് പറഞ്ഞില്ലേ അത്. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ ഇതുവരെ കൊണ്ടുവിട്ട നന്ദി സൂചകമായി ട്രെയിനിനെ യാത്രയാക്കുവാണ്. ശേഷം കുറച്ച് സെൽഫികൾ കാച്ചുന്ന ചടങ്ങ് കൂടിയുണ്ട്. ഇങ്ങനെ കോഴിക്കോട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കുകയാണ് എങ്ങോട്ടെന്നറിയാതെ. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തട്ടണം. ബ്രേക്ക്ഫാസ്റ്റ് ഏത് കടയിൽ കയറി കഴിക്കും എന്നൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ. കിട്ടുന്നത് കഴിക്കാം. അതെ അതെ. ഈ എന്താ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ ശബ്ദമലിനീകരണം. ഞങ്ങൾ പറയുന്ന സാധനം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാവുന്നതിൻ്റെ വലിയ ധാരണ ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. അതായത് അത്രയ്ക്ക് സൗണ്ട് ഉണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രെയിൻ വന്ന് ഇങ്ങനെ മറ്റേ പില്ലറാക്കുന്നതിൻ്റെ പൈലിങ്ങിൻ്റെ ശബ്ദമുണ്ട്. ഇനി എങ്ങോട്ട് റസിനെ? നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന കട തന്നെ കയറിയാലോ. കടയുടെ പേര് ടോപ്പ് സിറ്റി റെസ്റ്റോറൻറ്റ്. അറിഞ്ഞിട്ട പേരാ കേട്ടോ. റെയിൽവേ സ്റ്റേഷന്റെ മാർക്കറ്റിൽ ടോപ്പ് സിറ്റി ഉള്ളത് പിന്നെ നമ്മളത്തിന് വേറെ അടുത്ത് പോകും. അതെ അതെ. പോലീസ് കണ്ടില്ലേ ടോപ്പ് സിറ്റി? വാവ്. രണ്ടിതിലെ ലൊക്കേഷൻ കണ്ടു. അതുകൊണ്ട് ആനീസ് ഹാൾ റോഡ്. ആനി ബസന്റ് ആണോ? ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാകാം. വെള്ളപ്പം, ഇടിയപ്പം, വെജിറ്റബിൾ കറി, കടലക്കറി, വെജിറ്റബിൾ കറി, എന്ത് ഇടിയപ്പം, 2 സെറ്റ് ഇടിയപ്പം, 2 വെജ് കറി. ഒരു അംഗത്തിന് റെഡിയാന്ന് മനസ്സിനെ. ഒരു അംഗത്തിന് വേണ്ടി സാരമില്ല. ഇടിയപ്പം ഇല്ല. നമ്മൾ സാധാരണ കൂടുതലും കഴിയുന്നത് പൊറോട്ടയാണ്. പക്ഷേ ഇത് പൊറോട്ട വേണ്ട, ലൈറ്റായിട്ട് തുടങ്ങാം. സുഹൃത്തുക്കളെ, പ്ലാൻ ചെറിയ മാറ്റമുണ്ട് കേട്ടോ. നോമ്പ് പൊറോട്ടയിലാണ് വന്നിരിക്കുന്നത്. ബസ്സിനെ ലൈറ്റായിട്ട് തുടങ്ങിയിട്ട് എങ്ങനെ ഉണ്ട്? ഭയങ്കര രസമായിരിക്കില്ലേ? ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഞാൻ ലൈറ്റാക്കുന്നത്, ഞാൻ കട്ടിയായിട്ട് തന്നെ അങ്ങ് ചെയ്യാമെന്ന്. ഓ വാവ്. കറി മൊത്തമായിട്ടങ്ങ് ഒഴിക്കുക. അല്ലെങ്കിലും പൊറോട്ട കഴിക്കേണ്ട രീതി പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോസിലുണ്ട്. നല്ല കറി കേട്ടോ. നല്ല കറി, അടിപൊളി കറിയോ.
പൊറോട്ട കിടൽ, 2 പൊറോട്ട 2 ഇടിയപ്പം 3 ഇടിയപ്പം 3 ഇടിയപ്പം, 2 പൊറോട്ട വെജിറ്റബിൾ കറി. അത് 2 കറി അതെ. പിന്നെ ചായ ഉണ്ടോ സാറേ? ഇല്ല. അപ്പം 140. അങ്ങനെ ഞങ്ങളുടെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആദ്യത്തെ കോഴിക്കോട് ട്രിപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ കഴിഞ്ഞിരിക്കുകയാണ്. ട്രെയിൻ കയറി ആദ്യമായിട്ട് കോഴിക്കോടെത്തി ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു. ഞാൻ ഇടിയപ്പം കഴിച്ചു, പൊറോട്ട കഴിച്ചു. ഒരു മാറ്റവും ഇല്ല. ഒരു സ്ഥലത്ത് എന്നാലും ഞങ്ങൾ പൊറോട്ട കഴിക്കത്തുള്ള ഒരു പിടിവാശി നിൽക്കുകയാണ് വിഷ്ണു. പക്ഷേ പൊറോട്ട കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അത് വേറെ ഒന്നും കഴിച്ചാക്കി. അപ്പോൾ എന്തായാലും പൊറോട്ട കഴിച്ച് അവൻ സൂചിച്ചു, ഇടിയപ്പം കഴിച്ച് ഞാൻ സൂചിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. ജോയിൻ ചെയ്യണം, മറക്കല്ലേ, താല്പര്യമുള്ളവർക്ക്. അപ്പോൾ എന്തായാലും അടുത്ത മനോഹരമായ വീഡിയോ കാണാം. അതിലേക്കും ഗുഡ് ബൈ.